പശ്ചിമേഷ്യൻ സമാധാന ധാരണ ഒപ്പുവെച്ച് ലോക നേതാക്കൾ ഈജിപ്തിൽ നടന്ന സമാധാന സമ്മേളനത്തിലാണ് ധാരണയായത്. ഇതിന്റെ ഭാഗമായി പലസ്തീൻ യുദ്ധത്തടവുകാരെ ഇസ്രയേലും വിട്ടയച്ചു. ടർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും ഖത്തർ അമീറും സമാധാന കരാറിൽ ഒപ്പുവെച്ചു. അവസാനം സംഘർഷത്തിന്റെ ഭൂമിയിൽ സമാധാനത്തിന്റെ സൂര്യോദയമെന്നാണ് ധാരണയെ ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. And after so many years of unceasing war and endless danger, today the skies are calm, the guns are silent, the sirens are still, and the sun rises on a holy land that is finally at peace, a land and a region that will live, God willing, in peace for all eternity. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നീണ്ടകാലത്തെ സംഘർഷത്തിനാണ് അയവ് വന്നിരിക്കുന്നത്, സമാധാനം പുലർന്നിരിക്കുന്നത്. ട്രംപ് പറഞ്ഞതുപോലെ തന്നെ ഒരു സമാധാനത്തിന്റെ സൂര്യോദയം, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം ഇനി, അല്ലേ? സുരേഷ്, ഒരു സമാധാനത്തിന്റെ സൂര്യോദയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വിശുദ്ധ നഗരത്തിൽ സമാധാനം പുലരി വെളുത്തുയരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം വളരെ കൃത്യമായി തന്റെ സമാധാന നിർദ്ദേശങ്ങളെയും സമാധാന ശ്രമങ്ങളെയും വിശേഷിപ്പിക്കുകയും ചെയ്തത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ഒരു അന്തിമ ധാരണ ഉണ്ടായത്. യുദ്ധം അവസാനിച്ചു എന്ന് ഇന്നലെ കൃത്യമായി ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തുടർ നടപടികളിലേക്കെല്ലാം നീങ്ങിയത്. അതുപോലെ തന്നെ നെസറ്റിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നു. അതുപോലെ തന്നെ തുടർ നടപടികളിലേക്ക് നീങ്ങി. അതിനുശേഷമാണ് പീസ് 2025 അല്ലെങ്കിൽ സമാധാനം 2025 എന്ന ടൈറ്റിൽ നൽകിയ ഈജിപ്തിലെ ഈ സംഗമം നടന്നത്. ഈ സംഗമത്തിലാണ് ഇപ്പോൾ സമാധാന ധാരണ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ സമാധാന ധാരണയിൽ ആ മേഖലയിലെല്ലാം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ധാരണകളിലേക്ക് മുന്നോട്ട് പോവുക എന്നതാണ് തീരുമാനം. നേരത്തെ പറഞ്ഞതുപോലെ ഈജിപ്തിന്റെയും അതുപോലെ തന്നെ ഖത്തർ അമീറും അതുപോലെ തന്നെ മറ്റ് ടർക്കിഷ് പ്രസിഡന്റും എല്ലാം തന്നെ ഈ സമാധാന ധാരണയിൽ ട്രംപിനോടൊപ്പം ഒപ്പുവെച്ചു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതാണ്. കാരണം ഈജിപ്തും ഖത്തറും മധ്യസ്ഥ രാജ്യങ്ങളാണ്. ടർക്കി അതിനനുസരിച്ച് പിന്തുണ നൽകിയ ഒരു രാജ്യമാണ്. ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലം കൃത്യമായി അറബ് രാജ്യങ്ങളുടെ എല്ലാം തന്നെ പിന്തുണയോടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ബന്ദികളുടെ മോചനം ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെയാണ് മുഴുവൻ ബന്ദികളുടെയും മോചനം സാധ്യമായത്. ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുത്തതിന് പിന്നാലെ യുദ്ധ തടവുകാരെയും അതുപോലെ തന്നെ മറ്റു കേസുകളിൽ തടവിലാക്കിയ പാലസ്തീൻകാരെയും ഇസ്രായേൽ വിട്ടയക്കുകയും ചെയ്തു. അത്തരത്തിൽ ആ പ്രദേശത്തെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളുടെ ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുതന്നെയാണ് ട്രംപ് തന്റെ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത്.